കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഇന്ന് ഈ ബൈബിൾ സ്റ്റഡിയിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. നാം തിരുവചനം പഠിക്കാൻ ശ്രമിക്കുകയാണ്. പഠിക്കുകയാണെന്ന് പോലും പറയാൻ കാരണം നമുക്ക് അത്രമാത്രം വലുതാണ് ഈ തിരുവചനത്തെ സത്യങ്ങൾ എന്നുള്ളതുകൊണ്ട് പഠിക്കുകയാണെന്ന് പറയാൻ പോലും പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. പഠിക്കാൻ ശ്രമിക്കുകയാണ്. അത്രമാത്രം ആഴമാണ്. മനുഷ്യൻ്റെ ബുദ്ധിക്ക് എത്ര പഠിച്ചാലും തീരുന്നതല്ല തിരുവചന സത്യങ്ങൾ. എത്ര പഠിച്ചാലും PhD എടുത്താലും തീരുന്നതല്ല ദൈവവചനത്തിലെ സത്യങ്ങൾ. PhD എടുക്കുന്നവരെല്ലാം വചനത്തിലെ ഒരു ചെറിയ ഭാഗം അതെടുത്ത് തീസിസൊക്കെ തയ്യാറാക്കി ആണ് അവർ PhDയോ പോസ്റ്റ് ഡോക്ടറൽ PhDയോ കിട്ടുന്നത്. കാരണം അത്രമാത്രം ആഴത്തിൽ പഠിക്കാനുണ്ട്. ഇന്ന് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ PhD എടുത്ത ലോകത്തെമ്പാടുമുള്ള എല്ലാവരും ഒരുമിച്ച് ചേർന്നാലും ബൈബിളിലെ മുഴുവൻ സത്യങ്ങളും അവർക്ക് വിവരിക്കാൻ പറ്റുകയില്ല. അത്രമാത്രം ആഴമാണ് ദൈവവചനം. ദ വേർഡ് ഓഫ് ഗോഡ്. ഇത് ദൈവത്തിൻ്റെ വാക്കുകളാണ്, ദൈവത്തിൻ്റെ വചനമാണ്. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം. കർത്താവ് നമുക്ക് വചനത്തിൽ നിന്നും പഠിക്കുവാൻ അവസരം തന്നു. പരിശുദ്ധാത്മാവെന്ന വിഷയം അത് തന്നെ എത്രയോ ഭാഗ്യമായി എന്ന് ഞാൻ ഓർക്കുകയാണ്. ഇത് മനുഷ്യരാരും തിരഞ്ഞെടുത്ത ഒരു വിഷയമല്ല. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് തന്ന ഒരു വിഷയമാണ്. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന സത്യങ്ങളെല്ലാം ഒന്ന് മനസ്സിലാക്കി തിരുവചനത്തിൻ്റെ ഏടുകളിൽ താളുകളിൽ എഴുതി വച്ചിരിക്കുന്നതായ ദൈവവചനം ഒന്ന് നോക്കി മനസ്സിലാക്കാൻ ദൈവം തന്ന വലിയ അവസരം, ഭാഗ്യം. ഞാൻ അതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാമത്തെ വാക്യം മുതൽ അങ്ങ് വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അവസാന ഭാഗം വരെ നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ചലനങ്ങളും. ഹല്ലേലൂയ. നാം കുറേ പഠിച്ച് മുന്നോട്ട് വന്നു. യെശയ്യാപ്രവചനത്തിലേക്ക് നാം കഴിഞ്ഞ പ്രാവശ്യം പ്രവേശിച്ചു. ഓരോ വെള്ളിയാഴ്ചയും വൈകിട്ട് 6 മണി മുതൽ 8 മണി വരെ മൂവാറ്റുപുഴയിൽ പ്രവർത്തിക്കുന്ന പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രിയുടെ പ്രാർത്ഥന ഹാളിൽ ബൈബിൾ ക്ലാസ് ഉണ്ട്. മൂവാറ്റുപുഴ KSRTC ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയാൽ നടക്കാനുള്ള വഴിയേ ഉള്ളൂ. കോട്ടയം റൂട്ടിൽ MC റോഡിലൂടെ വരുമ്പോൾ 250 മീറ്റർ കഴിയുമ്പോഴാണ് ഇടതുവശത്തായിട്ട് പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രിയുടെ പ്രാർത്ഥനാ ഹാള്. നിങ്ങൾക്ക് ആർക്കും കടന്നു വരാം, നിങ്ങൾക്ക് വചനം കേൾക്കാം. ഏത് പ്രദേശത്തേക്കും മൂവാറ്റുപുഴയിൽ നിന്ന് 8 മണിക്ക് ശേഷം ബസ്സുണ്ട്. നിങ്ങൾക്ക് കടന്നു വരാൻ പ്രിയപ്പെട്ടവരെ. മാത്രമല്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും വരാൻ കഴിയുന്നില്ലെങ്കിൽ ഈ യൂട്യൂബിലൂടെ എല്ലാ വെള്ളിയാഴ്ചയും നടക്കുന്ന ബൈബിൾ ക്ലാസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. എന്തിനാണിതെല്ലാം ചെയ്യുന്നത്? ഈ ജീവൻ്റെ വചനം ലോകം മുഴുവൻ പരക്കട്ടെ. ജീവനുള്ള ക്രിസ്തുവിൻ്റെ സന്ദേശം ലോകം മുഴുവൻ എത്തട്ടെ. അത് കർത്താവിൻ്റെ കൽപ്പനയാണ്. കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഭൂലോകം മുഴുവൻ എൻ്റെ സാക്ഷികളാകുവീനെന്ന്. ആ ഒരു എളിയ സമർപ്പണമാണ് പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രിയുടെ ദൈവമക്കളായി ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോകം മുഴുവൻ സുവിശേഷം എത്തിക്കുക. കർത്താവിന് സ്തോത്രം. ഇറ്റ് ഈസ് ബെറ്റർ ടു ലൈറ്റ് എ ക്യാൻഡിൽ ദാൻ ടു കേഴ്സ് ദ ഡാർക്ക്നെസ്. ഇരുട്ടിനെ ശപിക്കുന്നതല്ല. ഇനി ഒരുപാട് കോടിക്കണക്കിന് പേര് ഇന്ത്യയിൽ വചനം കേൾക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക മാത്രമല്ല, നാം ഇറങ്ങി പുറപ്പെടുക. ഒരാളോടെങ്കിലും പറയുക, അത്രയുമായല്ലോ. ഒരാളെയെങ്കിലും ഈ ജീവൻ്റെ സന്ദേശം കേൾപ്പിക്കുക. അതുമാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ജനമെല്ലാം അനുഗ്രഹിക്കപ്പെടണം. ജനമെല്ലാം ദൈവരാജ്യത്തിൻ്റെ സ്വർഗത്തിൻ്റെ അവകാശികളായിത്തീരണം. നിത്യജീവൻ്റെ ഓഹരിക്കാരായിത്തീരണം. സ്തോത്രം. പരിശുദ്ധാത്മാവ്. നമുക്ക് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായത്തിലേക്ക് വരാം. 1-2 വാക്യങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം. പാപത്തോട് പാപം കൂട്ടുവാൻ തക്കവണ്ണം എന്നെ കൂടാതെ ആലോചന കഴിക്കുകയും എൻ്റെ ആത്മാവിനെ കൂടാതെ സഖ്യത ചെയ്യുകയും ഫറവോൻ്റെ സംരക്ഷണത്തിൽ തങ്ങളെ തന്നെ സംരക്ഷിക്കേണ്ടതിനും മിസ്രൈമിൻ്റെ നിഴലിൽ ശരണം പ്രാപിക്കേണ്ടതിനും എൻ്റെ അരുളപ്പാട് ചോദിക്കാതെ മിസ്രൈമിലേക്ക് പോവുകയും ചെയ്യുന്ന മത്സരമുള്ള മക്കൾക്ക് അയ്യോ കഷ്ടം എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വാണിംഗാണ് തരുന്നത്, ഒരു വലിയ വാണിംഗ്. അതെ, പരിശുദ്ധാത്മാവ് നിർദ്ദേശം തരും, വാണിംഗും തരും. പരിശുദ്ധാത്മാവ് വഴി ചൂണ്ടിക്കാണിച്ചു തരും. ആ വഴിയിലൂടെ പോയില്ലെങ്കിൽ ശാസനകൾ തരും. പരിശുദ്ധാത്മാവ് വിവിധ തലങ്ങളിൽ വിവിധ നിലകളിൽ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇങ്ങനെയേ പ്രവർത്തിക്കുമെന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയുകയില്ല. ഇതുവരെ പ്രവർത്തിച്ചതിനുപരിയായി പരിശുദ്ധാത്മാവ് വേണമെങ്കിൽ പ്രവർത്തിക്കാം.
അപ്പോൾ പലരെയും നെറ്റി ചുളിയും. ഇങ്ങനെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് വചനത്തിലില്ലല്ലോ, ഇതൊക്കെ വചനത്തിന് വിപരീതമാണോ? പ്രിയപ്പെട്ടവരെ, അങ്ങനെയല്ല. പരിശുദ്ധാത്മാവ് എങ്ങനെയും പ്രവർത്തിക്കും. കർത്താവിന് സ്തോത്രം. ഇങ്ങനെ മാത്രമേ പ്രവർത്തിക്കൂ എന്ന് അത് നമ്മുടെ കൊച്ചുബുദ്ധിയിൽ നാം ചിന്തിച്ചങ്ങനെ ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. നാം ഇങ്ങനെ വരച്ച് വെച്ചിരിക്കുകയാണ്, ഇങ്ങനെയൊക്കെ ആത്മാവ് പ്രവർത്തിക്കൂ എന്ന്. അല്ല പ്രിയരെ, പരിശുദ്ധാത്മാവ് എങ്ങനെ വേണമെങ്കിലും പ്രവർത്തിക്കും. സ്തോത്രം, കർത്താവിന് സ്തോത്രം. പിളർന്ന അഗ്നിനാവ് പോലെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. വിവിധ ഭാഷകളിൽ സ്തുതിക്കുമ്പോൾ അഭിഷേകം പരിശുദ്ധാത്മാവിലൂടെ ഇറങ്ങി വരും. ഏതെല്ലാം രീതിയിൽ? കാറ്റായി, മഴയായി പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. ഏതെല്ലാം രീതികളിൽ? നാം ഈ ബൈബിൾ ക്ലാസ് തുടങ്ങിയ സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ വിവിധ തലങ്ങൾ, വിവിധ രൂപങ്ങൾ, വിവിധ സാദൃശ്യങ്ങളെക്കുറിച്ചതെല്ലാം നമ്മൾ ചിന്തിച്ചു. കാറ്റായി, വെള്ളമായി, അഗ്നിയായി, ജീവജല നദിയായി പരിശുദ്ധാത്മാവ് വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുമെന്ന്. സ്തോത്രം. നിങ്ങളാരും ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിനെ വിധിക്കരുത്. നിങ്ങളുടെ ബുദ്ധിയിൽ അറിവില്ലാത്തൊരു കാര്യം കാണുമ്പോൾ ഇത് തെറ്റാണ്, ഭോഷ്കാണ്, അല്ലെങ്കിൽ വിപരീത ഉപദേശമാണ്, ഇതൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ആരെയും വിധിക്കരുത്. ഒരുപക്ഷെ നിങ്ങൾക്കത് വലിയ ബന്ധനമാകാം. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഒരു ദൈവദാസനിലൂടെ പല രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ അത് ഇങ്ങനെ ആകാവൂ എന്ന് പരിശുദ്ധാത്മാവിനെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ നമുക്ക് ആർക്കും അതിനുള്ള അധികാരമൊന്നും ഇല്ല പ്രിയരെ. അത്രയ്ക്കൊന്നും നമ്മളൊന്നും വളർന്നിട്ടില്ല, ആരും വളർന്നിട്ടില്ല. പരിശുദ്ധാത്മാവ് എന്താണ്? ഈ അഖിലാണ്ടത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിനെ ചോദ്യം ചെയ്യാനും വിധിക്കാനും ഈ കൃമിയായ പുഴുവായ മനുഷ്യനാര്? സ്തോത്രം. ഏതെങ്കിലും ഒരു ദൈവദാസനിലൂടെ നമുക്ക് മനസ്സിലാകാത്ത ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യം നടക്കുമ്പോൾ നിങ്ങൾ ചാടി വിധിക്കുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ എളിമയോടെ മുട്ടുമടക്കി പ്രാർത്ഥിക്കൂ. കർത്താവേ, ഇന്ന ദൈവദാസനിലൂടെ ഇന്ന രീതിക്ക് പ്രവർത്തിച്ചത് പരിശുദ്ധാത്മാവാണോ? അങ്ങനെ എങ്കിൽ എനിക്കൊരു ബോധ്യം തരണമേ. നിങ്ങൾ എളിമയോടെ പ്രാർത്ഥിച്ചാൽ സത്യത്തിൻ്റെ ആത്മാവ് നിങ്ങളെ സകല സത്യത്തിൽ വഴി നടത്തും. അതുകൊണ്ട് എല്ലാ സത്യമാണെന്ന് ഞാൻ പറയുകയല്ല. സത്യമാണോ ഭോഷ്കാണോ എന്ന് ചിന്തിച്ച് ഉറപ്പിച്ചിട്ടേ നമ്മൾ ഒരു വാക്ക് പറയാവൂ, ഒരഭിപ്രായം പറയാവൂ. ഇല്ലെങ്കിൽ നമുക്കും നമ്മുടെ വരുംകാല തലമുറകൾക്ക് ഇത് വലിയ ദോഷമായി തീരും. പോകട്ടെ പ്രിയരെ, ഇന്ന് എൻ്റെ വിഷയമല്ല. ഇവിടെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വാണിംഗ് പറയുകയാണ്. പാപത്തോട് പാപം കൂട്ടുവാൻ തക്കോണം എന്നെ കൂടാതെ ആലോചന കഴിക്കുകയും എൻ്റെ ആത്മാവിനെ കൂടാതെ സഖ്യതയും. നിങ്ങൾ ശ്രദ്ധിച്ചോ? ദൈവത്തെ കൂടാതെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കൂടാതെ നാം ഒരു സഖ്യതയിലേക്ക് പോയാൽ അത് പാപത്തിന്മേൽ പാപം കൂട്ടുമെന്ന് വചനം പറയുന്നു. ഏതൊരു സഖ്യതയും, ഒരു വിവാഹബന്ധമാകട്ടെ, ഒരു ഫ്രണ്ട്ഷിപ്പാകട്ടെ, ഒരു ഔദ്യോഗിക ബന്ധമാകട്ടെ, ഏതൊരു ബന്ധവും, ഒരു സഭാബന്ധമാകട്ടെ, ഒരു കൂട്ടായ്മ ബന്ധമാകട്ടെ, ഏതൊരു ബന്ധം നാം സ്ഥാപിക്കുന്നതിന് മുമ്പും കർത്താവിനോട് ഒരു വാക്ക് ചോദിച്ചു കൊള്ളണം. കർത്താവെ, ആ ബന്ധം മുന്നോട്ട് പോകണമോ? ആ ബന്ധം എനിക്ക് യോജിച്ചതാണോ? എൻ്റെ കർത്താവ് സന്തോഷിക്കുന്നതാണോ? ആത്മാവിനെ കൂട്ടിക്കൊണ്ടുവന്ന സഖ്യത. നമുക്കൊരു ലാഭം കിട്ടുമെന്ന് കരുതി ചാടി ഒന്നിലും വീണേക്കരുത്. വലിയ അപകടം വരും, വലിയ അപകടം വരും. എനിക്കറിയാം, ഒത്തിരി പേരുടെ അനുഭവം എനിക്കറിയാം. വലിയ ലാഭം കിട്ടുമെന്ന് വിചാരിച്ച് സഖ്യത കൂടേണ്ടാത്തവരുടെ കൂടെ ചില ബിസിനസ്സിലേക്ക് ചാടി പുറപ്പെട്ടവർ ഇന്ന് വലിയ അപകടത്തിലായിരിക്കുന്ന അനേകരെക്കുറിച്ച് എനിക്കറിയാം. അങ്ങനെ ഓരോ കാര്യങ്ങളിലും ദൈവവേലയിൽ സഖ്യത ചെയ്യുന്നു. കർത്താവിന് സ്തോത്രം. ദൈവവേലയല്ലേ, നല്ലതല്ലേ? എല്ലാവരോടും സഖ്യത ചെയ്യാൻ പാടില്ല. കർത്താവിന് സ്തോത്രം. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. വിശ്വാസിക്ക് അവിശ്വാസിയോട് എന്ത് ചേർച്ച എന്ന് വചനം പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസി ഓരോ ചൂട് വയ്ക്കുമ്പോഴും അവൻ സൂക്ഷിച്ചുകൊള്ളണം. അവനൊരു വിവാഹം ആലോചിക്കുമ്പോൾ അവൻ പ്രാർത്ഥിക്കണം. ചാടി ഒന്നിലേക്കും പോകരുത്. നമ്മുടെ ബുദ്ധി എന്ന് പറഞ്ഞാൽ ബുദ്ധി എപ്പോഴും ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ബുദ്ധി നല്ലതും തരും, ചീത്തയും തരും. ബുദ്ധിയല്ല എൻ്റെ ബുദ്ധിയിൽ വരുന്ന എല്ലാം നല്ലതാണ്. നിങ്ങളുടെ ബുദ്ധിയെ അന്ധമായി വിശ്വസിക്കരുത്. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ബുദ്ധിയിലൂടെ വ്യാപരിക്കും. അതുപോലെ തന്നെ പൈശാചികനും നമ്മുടെ ബുദ്ധിയിലൂടെ വ്യാപരിക്കാം. കാരണം ഞാൻ റെഫറൻസ് സഹിതം പറയാം. ദാവീദ് അഭിഷേകം കിട്ടിയ രാജാവായിരുന്നു. ദാവീദ് ഒരിക്കൽ രാജ്യം ഭരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നു, ഒരിക്കൽ പിശാച് ഇസ്രായേൽ ജനത്തെ എണ്ണുവാൻ ദാവീദിന് തോന്നിപ്പിച്ചുവെന്ന്. ദാവീദ് അഭിഷേകം വേണവനാണ്. എനിക്ക് അഭിഷേകമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ബലപ്പെട്ടിട്ട് കാര്യമില്ല. ചിന്ത വേറെ വരാം. അപ്പോൾ സെൻസ് ചെയ്തോളണം. സ്തോത്രം.
ഡിസേൺ ചെയ്തുകൊള്ളണം. ഇത് ദൈവത്തിൽ നിന്ന് വന്ന ചിന്തയാണോ അതോ പൈശാചികനെ തകർക്കാനുള്ള ചിന്തയാണോ? നോക്കണം. ദാവീദ് ദൈവജനത്തെ എണ്ണേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ എണ്ണണമെങ്കിൽ ദൈവത്തിൻ്റെ ഒരു വ്യവസ്ഥയുണ്ട്. വ്യവസ്ഥ തെറ്റിച്ച് ദാവീദ് സാത്താൻ തോന്നിച്ചതിനനുസരിച്ച് ഇസ്രായേൽ ജനത്തെ എണ്ണി. അന്നത്തെ സൈന്യാധിപൻ പറഞ്ഞു, രാജാവേ എണ്ണേണ്ട ആവശ്യമില്ല, ജനം മുഴുവൻ രാജാവിൻ്റേതല്ലേ, എന്തിന് എണ്ണണം? ദാവീദ് ശഠിച്ചു. എന്തുമാത്രം പേര് ബാധ മൂലം മരിച്ചു എന്നറിയാമോ? ദാവീദിനും കേടുപറ്റി. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് ആലോചിക്കാതെ ഒരു കാര്യം മുന്നോട്ടെടുത്ത് വെക്കരുത്. സ്തോത്രം. അത് വ്യക്തമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുതി വച്ചിരിക്കുന്നു. പാപത്തോട് പാപം കൂട്ടുവാൻ തക്കവണ്ണം എന്നെ കൂടാതെ ആലോചന കഴിക്കുകയും എൻ്റെ ആത്മാവിനെ കൂടാതെ സഖ്യത ചെയ്യുകയും. എവിടെയാണ് പോയി സഖ്യ ചെയ്തത്? ഫറവോൻ്റെ സംരക്ഷണത്തിൽ തങ്ങളെ തന്നെ സംരക്ഷിക്കേണ്ടതിനും മിസ്രൈമിൻ്റെ നിഴലിൽ ശരണം പ്രാപിക്കേണ്ടതിനും എൻ്റെ അരുളപ്പാട് ചോദിക്കാതെ മിസ്രൈമിലേക്ക് പോവുകയും ചെയ്യുന്ന മത്സരമുള്ള മക്കൾക്ക് അയ്യോ കഷ്ടം. മിസ്രൈമിൽ പോയാൽ സമൃദ്ധിയാണ്. മിസ്രൈമിലേക്ക് ചെന്നാൽ ഇഷ്ടം പോലെ പണം. മിസ്രൈമിലേക്ക് ചെന്നാൽ എന്നെ കരങ്ങളിൽ താങ്ങും. ഇങ്ങനെയൊക്കെ ബുദ്ധിയിൽ പല ചിന്തകൾ വരും. നോക്കിക്കൊള്ളണം. കർത്താവേ, ഇത് അവിടുന്ന് പ്രസാദിക്കുന്നത് എന്തെയാണോ? ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യത്തിന് പോകുമ്പോൾ പണം കൂടുതൽ കിട്ടുമെന്ന് ചിന്തിക്കും. പക്ഷേ കർത്താവേ, ദൈവവേലയ്ക്കുള്ള എൻ്റെ സമയം പോകുമോ? പലവട്ടം ചിന്തിക്കണം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഞാനങ്ങനെ ചിന്തിക്കാറുണ്ട്. കർത്താവേ, ഞാനൊരു ലൗകികമായ ലോകപരമായൊരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ ദൈവവേലയ്ക്ക് നോ എന്ന് പറയേണ്ടി വരുമോ? അങ്ങനെയുണ്ടെങ്കിൽ എനിക്കത് വേണ്ട. സ്വാതന്ത്ര്യത്തോടെ എൻ്റെ കർത്താവിനെ സാക്ഷിക്കാൻ കിട്ടുന്ന അവസരം മുഴുവൻ പ്രയോജനപ്പെടുത്തണം. അതിന് തക്കതായ സാഹചര്യം തരണമേ എന്ന് ഞാൻ കൂടെ പ്രാർത്ഥിക്കാറുണ്ട്. ഈ ലോകത്തിൻ്റെ കാര്യങ്ങളൊന്നും കർത്താവിൻ്റെ വേലയ്ക്കോ കർത്താവിൻ്റെ കൂട്ടായ്മയ്ക്ക് പോകുന്നതിനോ കർത്താവിൻ്റെ വചനശുശ്രൂഷയ്ക്കോ കർത്താവിൻ്റെ കാര്യപരിപാടിക്ക് ഓന്തുവിക്കനവും വരാനിട വരുന്നെങ്കിൽ എനിക്കത് വേണ്ട കർത്താവെന്ന് ഞാൻ പറയാറുണ്ട്. ആ ലാഭം എനിക്ക് വേണ്ട, ആ പണം എനിക്ക് വേണ്ട. നിങ്ങൾക്കങ്ങനെ തീരുമാനിക്കാൻ പറ്റുമോ? എങ്കിൽ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ നയിക്കും, നടത്തും, അനുഗ്രഹിക്കും. നമ്മുടെ കൈകൊണ്ട് അധ്വാനം കൊണ്ട് മാത്രമൊന്നും അല്ല പ്രിയരെ നാം ഉയരുന്നത്. സ്തോത്രം. തൻ്റെ പ്രിയനോന് ഉറക്കത്തിൽ കൊടുക്കും. കർത്താവിൻ്റെ സ്തോത്രം. കർത്താവ് അതുകൊണ്ട് പ്രയത്നിക്കേണ്ടതെന്നല്ല, അധ്വാനിക്കേണ്ടതെന്നല്ല. അധ്വാനിക്കുന്ന കൃഷിക്കാരനാവുന്നു ആദ്യം ഫലമനുക്കേണ്ടത്. നമ്മളെ ബുദ്ധിയോടെ, ദൈവം തന്ന ബുദ്ധിയോടെ, പ്രാർത്ഥനയോടെ, ദൈവത്തോട് ആലോചന ചോദിച്ച്, പരിശുദ്ധാത്മാവോട് ആലോചന ചോദിച്ച് നിങ്ങൾ ഇറങ്ങിത്തിരിക്കൂ. നിങ്ങൾ പുതിയ ബിസിനസ് തുടങ്ങൂ. നിങ്ങളുടെ പുതിയ ജോലി കണ്ടെത്തൂ. പുതിയ വരുമാനമാർഗ്ഗങ്ങൾ നേടൂ. നല്ലതല്ലേ? എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറഞ്ഞാൽ സത്യമായും ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തതയോടെ നിൽക്കുന്ന ദൈവമക്കൾക്ക് പൈസ കയ്യിൽ വന്നാൽ തെറ്റില്ല. ചിലരൊക്കെ പറയും പൈസ വന്നാൽ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകേണ്ട കാര്യമൊന്നുമില്ല. പൈസ കൂടുതൽ വന്നാൽ അഹങ്കാരം വരും. അഹങ്കാരം വരേണ്ട കാര്യമൊന്നുമില്ല. ദൈവത്തിൻ്റെ ദാനമാണെന്ന് ഓർത്താൽ എവിടെ അഹങ്കരിക്കാൻ പറ്റും? കർത്താവിൻ്റെ സ്തോത്രം. പൈസ ഇല്ലാത്തവനും അഹങ്കാരം വരാം. അതുകൊണ്ട് പൈസ എന്നുള്ളത് കൊണ്ട് മാത്രം തെറ്റ് വരുമെന്ന് നിങ്ങളാരും ചിന്തിക്കണ്ട. പൈസ ഇല്ലാത്തവനും ദ്രവ്യാഗ്രഹം വരാം. ദ്രവ്യത്തോടെ നമ്മുടെ മനോഭാവമാണ് ദൈവ്യാഗ്രഹം. സ്തോത്രം. ഇതൊരു ബൈബിൾ ക്ലാസ് ആണല്ലോ. ഇതിൽ കൂടുതൽ പ്രസംഗ രൂപേണ പറയുകയല്ലല്ലോ വേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും, കുഞ്ഞുങ്ങളെ, നിങ്ങളൊരു പുതിയ കോഴ്സിന് പോകുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒരു പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ പോകുമ്പോൾ പ്രാർത്ഥിക്കണം. ഒരു വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ കൂടുതൽ പ്രാർത്ഥിക്കണം. ജോലിക്കാണെങ്കിൽ ഒരു ജോലി വേണ്ടെന്ന് വയ്ക്കാം. ഒരു ഡിഗ്രിക്ക് ചേരുമ്പോൾ ആ ഡിഗ്രി സാരമില്ല, വേറെ ഡിഗ്രി എടുക്കാമെന്ന് വയ്ക്കാം. പക്ഷെ ഒരു വിവാഹത്തിന് പോകുമ്പോൾ 100 വട്ടം ദൈവത്തോട് ആലോചന ചോദിച്ചുകൊള്ളണം. പുറമെയുള്ള സൗന്ദര്യവും പുറമെയുള്ള പണവും പുറമെയുള്ള പ്രതാപവും പുഴമയുള്ള കുടുംബ പാരമ്പര്യവും ഒക്കെ നോക്കി കെണിയിൽപ്പെട്ട എത്ര പേരുണ്ട്, എത്രയോ ആളുകളുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു കാര്യം കേട്ടു. ഒരു മാന്യനായ ഒരു വ്യവസായി, അദ്ദേഹത്തിൻ്റെ മകൾക്ക് വേണ്ടി ഒരു വിവാഹാലോചന. ആ മോൾക്ക് ഒരു ദൈവദാസനായ വരനെ ഇഷ്ടമായിരുന്നു. വിവാഹം ആലോചിച്ചു, മുന്നോട്ട് നന്നായിട്ട് പോയി. പക്ഷെ ആരോ പറഞ്ഞു, പുരാതന സഭയിൽപ്പെട്ട ഒരാളാണ് ഈ മകളുടെ അപ്പൻ. മറ്റേ ദൈവദാസൻ, ആ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന വരൻ, അദ്ദേഹം രക്ഷിക്കപ്പെട്ട ഒരാളാണ്. എനിക്ക് നേരിട്ടറിയാം. അദ്ദേഹം രക്ഷിക്കപ്പെട്ട ഒരാളാണെന്നുള്ളത് കൊണ്ട് മാത്രം ആ വിവാഹം വേണ്ടെന്ന് വെച്ചു ആ കുടുംബത്തിൻ്റെ പിതാവും ആ കുടുംബക്കാരും. ഞാനത് കേട്ടു. എൻ്റെ ഉള്ളിൽ വളരെ ദുഃഖം തോന്നി. കർത്താവേ, ഈ ഭൂമിയിലെ ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും നല്ല ഭാര്യ ഒരു ദൈവവേദലായിരിക്കും. ഒരു ഭൂമിയിലെ ഒരു ഭാര്യയ്ക്ക് ലഭിക്കാവുന്ന ഏറ്റവും നല്ല ഭർത്താവ് ഒരു ദൈവദാസനായിരിക്കും.
ദൈവദാസനും ദൈവദാസിയുമായിട്ട് ഇരുന്നാൽ, പേരിനുള്ള ദൈവദാസനോ ദൈവദാസിയോ ഞാൻ പറയുകയല്ല, പേരിന് ദൈവദാസൻ എന്ന പേരും പ്രവർത്തനം വേറെയും സ്വഭാവം വേറെയാണെങ്കിൽ പോയി പറയരുത്, എല്ലാം തുല്യമാണ്. പക്ഷേ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ എൻ്റെ അനുഭവത്തോട് പറയാം. 19-ാമത്തെ വയസ്സിൽ മാനസാന്തരപ്പെട്ടു. 20-ാമത്തെ വയസ്സിലൊരു വചനം കേട്ടു, വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. അന്ന് മുതൽ പ്രാർത്ഥിച്ചു. 25-ാമത്തെ വയസ്സിൽ ഒരു വിവാഹാലോചന വന്നു. ഒരേ ഒരു കാര്യം മാത്രമേ ഞാൻ നോക്കിയുള്ളൂ. പണം നോക്കിയില്ല, സൗന്ദര്യം നോക്കിയില്ല, കുടുംബം നോക്കിയില്ല, വിദ്യാഭ്യാസം നോക്കിയില്ല, പാരമ്പര്യം നോക്കിയില്ല, ശമ്പളത്തിൻ്റെ വലിപ്പം നോക്കിയില്ല, ഒന്നും നോക്കിയില്ല. ഒരേ ഒരു കാര്യം മാത്രം, യേശു ഹൃദയത്തിലുള്ള ഒരു പെൺകുട്ടി. അത് മാത്രമായിരുന്നു എൻ്റെ ഏക ആഗ്രഹവും പ്രാർത്ഥനയും. ഒരേ ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടിട്ടുള്ളൂ. സ്തോത്രം. 31 വർഷം കഴിഞ്ഞു ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട്. സ്വർഗതുല്യമായ ഒരു കുടുംബജീവിതം ഞങ്ങൾ നയിക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ചയും ഞാൻ പ്രസംഗിക്കുന്നതിൻ്റെ മധ്യത്തിൽ എൻ്റെ പ്രിയ ഭാര്യയെ ചേർത്ത് നിർത്തി ഞാൻ പ്രസംഗം കേട്ടിരുന്നതിനോട് ഞാൻ വീണ്ടും പറഞ്ഞു, 31 വർഷം കഴിഞ്ഞു 32-ാമത്തെ വർഷത്തിലേക്ക് ഞങ്ങൾ സന്തോഷത്തോടെയുള്ള കുടുംബജീവിതം നയിക്കുന്നുവെന്ന്. ഞാൻ തികഞ്ഞിട്ടൊന്നും പറയുകയല്ല പ്രിയരെ. യേശുവിൻ്റെ നാമത്തിൽ മോനെ, നീ ഏതെങ്കിലും കാര്യത്തിൽ സാക്രിഫൈസ് ചെയ്താൽ, യേശുവുള്ളൊരു ഭാര്യയെ വേണമെന്നുള്ളത് കൊണ്ട് നീ ഈ ഭൂമിയിൽ കുറച്ച് പൈസ വേണ്ടെന്ന് വെച്ചാൽ, കുറേ സൗന്ദര്യം വേണ്ടെന്ന് വെച്ചാൽ, കുറേ കുടുംബമഹിമ വേണ്ടെന്ന് വെച്ചാൽ, നിനക്ക് സ്വസ്ഥതയുള്ള കുടുംബം കിട്ടും, സ്വർഗീയ കുടുംബം കിട്ടും. നിൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. കൃപയാൽ ഞങ്ങൾക്ക് ദാനമായി തന്ന 3 കുഞ്ഞുങ്ങളും, മൂത്തവൻ വിവാഹം കഴിച്ചുകൊണ്ടുവന്ന മോളും, ഞങ്ങൾക്ക് ദാനമായി തന്ന മൂത്തവൻ്റെ മകൻ കൊച്ചുമോനും ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കുന്നു. 87 വയസ്സുള്ള ഞങ്ങളുടെ പിതാവ് 85 വയസ്സുള്ള അമ്മയോട് ഒരുമിച്ച് ഞങ്ങൾ 4 തലമുറയുള്ളൊരു ഭവനത്തിൽ സ്വർഗസന്തോഷം അനുഭവിച്ച് കഴിയുന്നു. കാരണം എന്ത്? കൃപയാൽ കർത്താവിനോട് ഒരു ആലോചന ചോദിച്ചു. കർത്താവേ, അവിടുന്ന് പ്രസാദിക്കുന്നത് മതിയെന്ന് വിചാരിച്ചു. ഞാൻ നിങ്ങൾക്ക് ഒരു നിർദ്ദേശം എന്നോണം, എന്നാലൊരു വാണിംഗ് എന്നോണം തരട്ടെ. മാതാപിതാക്കളെ, ഞാനൊരു അപ്പനാണ്. കർത്താവിന് സ്തോത്രം. നിങ്ങളുടെ മക്കൾ വിവാഹം ആലോചിക്കുമ്പോൾ നിങ്ങൾ ഓർത്തോളണം, ആ മകളുടെ അപ്പൻ്റെ കയ്യിൽ നിന്ന് കുറേ രൂപ കിട്ടണമല്ല നിങ്ങൾ ആഗ്രഹിക്കേണ്ടത്. നിങ്ങൾ ആഗ്രഹിക്കണം, കർത്താവേ, എൻ്റെ മകന് ഒരു ദൈവത്തിന് ഭാര്യയായി കിട്ടണം, എൻ്റെ മകൾക്ക് ഒരു ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു മകനെ ഭർത്താവായി കൊടുക്കണം. ബാക്കിയൊക്കെ ദൈവം കൊടുത്തോളും. ഞങ്ങൾക്കൊന്നിനും കുറവ് വന്നില്ല പ്രിയരെ, ഒന്നും കുറവില്ലായിരുന്നു. സൗന്ദര്യം ഉണ്ടായിരുന്നു, വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. കർത്താവിന് സ്തോത്രം. ദൈവം ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തക്ക സമയത്ത് തന്നു. ഒന്നിനും കുറവ് വരുത്തില്ല, വരുത്തുകയുമില്ല. ഇതൊരു വലിയ സത്യമാണത്. നാം വെറുതെ ഇറങ്ങിപ്പോകരുത്, ദൈവം വഴിവിട്ട് പോകരുത്. കുറേ രൂപ കിട്ടുമെന്ന് കരുതി പണത്തിൻ്റെ പിന്നാലെ പോകരുത്. മോനെ, ദൈവവേല വിട്ട് നീ ലോകത്തിൻ്റെ പിന്നാലെ പോകരുത്. കർത്താവിന് സ്തോത്രം. ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ പ്രൊഫഷൻ അത് കർത്താവിൻ്റെ വേലയാണ്. മോനെ, നീ ഒരു IAS കാരനായില്ലെങ്കിലും നിരാശപ്പെടണ്ട. നിനക്ക് വലിയ പ്രൊഫഷൻ കിട്ടിയില്ലെന്ന് വിചാരിച്ചാൽ നീ പേടിക്കണ്ട. നിൻ്റെ കാര്യം ഗ്യാരണ്ടിയാണ്, നിൻ്റെ മക്കളുടെ കാര്യം ഗ്യാരണ്ടിയാണ്. നീ ദൈവവേല ചെയ്യുന്നവനാണോ, വിശ്വസ്തയോടെ വിശുദ്ധിയോടെ ദൈവവേല ചെയ്യാൻ നീ നിന്നെ തന്നെ സമർപ്പിച്ചിട്ടുള്ളതാണെങ്കിൽ നിൻ്റെ മക്കളുടെ കാര്യം, നിൻ്റെ കുടുംബത്തിൻ്റെ കാര്യം, നിൻ്റെ ഭാവി കാര്യം സ്വർഗത്തിൽ നോക്കിക്കൊള്ളും. നീ നിനക്ക് വേണ്ടി തന്നെ സമ്പാദിച്ചാൽ എത്രയൊക്കെ ഒരു പരിധിയുണ്ട്, ഇല്ലേ? ഒരു പരിധിയൊക്കെ വരെ വളരാൻ പറ്റുള്ളൂ. പക്ഷെ സ്വർഗത്തിലെ ദൈവം നിൻ്റെ കാര്യം ഏറ്റാൽ നീ പോലും ചിന്തിക്കുന്നതിലുപരിയായി നിന്നെ ദൈവം വളർത്തും. ഞാനതൊക്കെ അനുഭവിക്കുന്നു പ്രിയരെ, ഒരു ചെറിയ അളവിൽ. ഇന്ന് ഉച്ചഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ ജോലിക്ക് പോരാനായിട്ട് ഞങ്ങളുടെ സ്വന്തം വാഹനത്തിൽ കയറിയിരുന്നപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, നമ്മളിത് സ്വപ്നമൊക്കെ കാണുവാണോ? സ്വപ്നം കാണുന്നത് പോലെ നാം ജീവിക്കുന്നു. ഞാൻ ഒരു സൈക്കിൾ പോലും വാങ്ങിക്കാൻ പ്രാപ്തിയില്ലാത്ത ഞാൻ നല്ല വില കൂടിയ വാഹനത്തിൽ യാത്ര ചെയ്യുന്നു. ഞാൻ അന്നേരം ആ വാഹനത്തിൽ കയറി ഇരുന്ന് എൻ്റെ കൈ പിച്ച് നോക്കി. ഞാൻ സ്വപ്നം കാണുകയാണോ അതോ യാഥാർത്ഥ്യമാണോ? അതേ വലിയ യാഥാർത്ഥ്യമാണ്. ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാനില്ലാത്ത എനിക്ക് കർത്താവ് ഐശ്വര്യമായ അനുഗ്രഹം തന്നു. ഒന്നും കുറവില്ലാതെ തന്നു. കർത്താവ് എനിക്ക് ഇന്നത് തന്നില്ലോ എന്ന് പറയാൻ എനിക്കൊന്നുമില്ല. എൻ്റെ യേശു തന്നതിൽ എനിക്ക് തൃപ്തിയാണ്. എനിക്കില്ലാത്ത നന്മയെക്കുറിച്ചല്ല എൻ്റെ ചിന്ത. എനിക്കതില്ലല്ലോ എന്ന് ഞാൻ ചിന്തിക്കുന്നേയില്ല. ഇത്രയും ഉണ്ടല്ലോ എന്നാണ് എൻ്റെ ചിന്ത. സത്യം ഞാൻ നിങ്ങളോട് പറയാം. കർത്താവിന് സ്തോത്രം. ഒരു അല്പം കഞ്ഞി, ഒരല്പം അച്ചാറ് കൂട്ടി കഴിക്കുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, ഇത്രയും ഉണ്ടല്ലോ കർത്താവേ, ഇത്രയും ഉണ്ടല്ലോ. സ്തോത്രം. ദൈവനാമത്തിൽപ്പെട്ടേ. അത് ഞാൻ മാത്രമല്ല, എൻ്റെ പ്രിയ പിതാവ് 87 വയസ്സുണ്ട്. പ്രിയ പിതാവും എന്ത് ഭക്ഷണം കൊടുത്താലും കർത്താവേ സ്തോത്രം എന്ന് പറഞ്ഞ് കഴിക്കും. ദൈവം കൊടുത്തൊരു മാറ്റമല്ലേ,
ദൈവം കൊടുത്തൊരു കൃപയല്ലേ അത്. ഇന്ന് ഭക്ഷണമേശകളിൽ അടി കൂടുന്നു, ഭാര്യയും ഭർത്താവും തമ്മിൽ അടിയാണ്. ഉപ്പ് ഇച്ചിരി കൂടിയാൽ, മുളക് ഇച്ചിരി കുറഞ്ഞാൽ, കറിക്ക് രുചി കുറഞ്ഞാൽ ദേഷ്യം, പിന്നെ കോപമായി മേശയിൽ പ്ലേറ്റ് പറക്കുകയായി, ഭാര്യയെ തല്ലുകയായി, പിന്നെ കുറേ ദിവസം മിണ്ടാതിരിക്കുകയായി. അതുമതി ഒരു കുടുംബം പിരിയാൻ. കർത്താവിന് സ്തോത്രം. ഞാൻ വളരെ പ്രായോഗികമായ കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ വിജയം വേണമെങ്കിൽ, കുടുംബജീവിതത്തിലാകട്ടെ, പ്രൊഫഷണൽ ലൈഫിലാകട്ടെ, ദൈവവേലയിലാകട്ടെ, നിങ്ങളുടെ യാത്രകളിലാകട്ടെ, വിവാഹ ജീവിതത്തിലാകട്ടെ, മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധത്തിലാകട്ടെ, ഔദ്യോഗിക ജീവിതത്തിലാകട്ടെ, ഏത് ജീവിതത്തിലും നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ ഞാനൊരു മർമ്മം നിങ്ങൾക്ക് പറഞ്ഞു തരാം, ഒരു രഹസ്യം പറഞ്ഞു തരാം. ദൈവത്തോട് ആലോചന ചോദിക്കുക, പരിശുദ്ധാത്മാവിനോട് ആലോചിക്കുക. കാരണം പരിശുദ്ധാത്മാവ് സകല സത്യത്തിലും വഴി നടന്ന പരിശുദ്ധാത്മാവാണ്. പിറകിൽ നിന്ന് ശബ്ദം കേൾക്കും, വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവീൻ. ഈ ശബ്ദം കേട്ടാൽ പോരെ, ആ വഴി മാറിപ്പോകരുതെന്ന് മാത്രം. മോനെ നീ ഇന്നത് ചെയ്യ്, അങ്ങ് ചെയ്തോളണം. ഇന്നതിന് സമർപ്പിക്ക്, അങ്ങ് സമർപ്പിച്ചോളണം. മോനെ ആ വഴി പോകണ്ട എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞാൽ പോകരുത്. പിന്നെയും മത്സരിച്ച് അഹങ്കരിച്ച് പോകരുത്, അപകടം വരും. കർത്താവിന് സ്തോത്രം. എൻ്റെ പ്രിയരെ, എത്ര സൗഭാഗ്യമാണ് ക്രിസ്തീയ ജീവിതം, എത്ര സൗഭാഗ്യമാണ്, എത്ര ആനന്ദകരമാണ് ഈ കർത്താവിനോടുള്ള ജീവിതം, എത്ര സന്തോഷമാണ് ഈ പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിച്ച ജീവിതം. ഞങ്ങളുടെ പ്രാർത്ഥനാ യോഗത്തിൽ മിക്കവാറും എല്ലാ ദിവസവും തന്നെ ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ചോദിക്കും, കർത്താവേ ഇന്ന് ആരാണ് ബൈബിൾ വായിക്കേണ്ടത്, ഇന്ന് ആരാണ് പ്രാർത്ഥിക്കേണ്ടത്, ഇന്ന് ആരാണ് കർത്താവെ ലഘുപ്രസംഗം പറയേണ്ടത്, ഇന്ന് ആരാണ് കർത്താവെ വചനം പറയേണ്ടത്. ഞാൻ എന്നെ തന്നെ എളിമപ്പെടുത്തിക്കൊണ്ടാണ് പറയാറ്. അങ്ങനെ കർത്താവെ ഞാൻ ഇന്ന് വചനം പറയണ്ടപ്പാ, അത് അങ്ങയുടെ ഇഷ്ടം നടക്കണം. കർത്താവേ ഇന്ന് ആരാണ് പ്രബോധനം പറയേണ്ടത്, സ്തോത്രം, ഇന്ന് ആരാണ്, ഏത് ദൈവദാസനാണ് കർത്തൃമേശ ശുശ്രൂഷ ചെയ്യേണ്ടത്, ഞാൻ ചോദിക്കാറുണ്ട്. കർത്താവിന് സ്തോത്രം. പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രിയിൽ ദൈവമക്കൾക്ക് ശുശ്രൂഷ ചെയ്യാൻ ധാരാളം അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരുങ്ങി വരുന്ന ദൈവമക്കൾക്ക് കർത്താവിൻ്റെ വേല ചെയ്യാൻ അവസരം ഉണ്ട് പ്രിയരെ. കർത്താവിന് സ്തോത്രം. എൻ്റെ ഇഷ്ടപ്രകാരം അല്ല പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രി പോകുന്നത് എനിക്ക് വളരെ വ്യക്തമായിട്ട് ഉറപ്പുണ്ട്. കാരണം എൻ്റെ കർത്താവ് പറയുന്നത് കേൾക്കാൻ ഞാൻ കാതോർത്തിരിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. കർത്താവ് നടത്തുന്നത് ഞാൻ കാണാറുണ്ട്. ചില അവസരങ്ങളിൽ ചില ദൈവമക്കൾ പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ ഒന്ന് എഴുന്നേൽക്കണമെന്ന് ആഗ്രഹിച്ചു വരുമ്പോൾ അന്നായിരിക്കും പരസ്യമായി ചോദിക്കുന്നത്, ഇന്ന് ആരെങ്കിലും ഒരുങ്ങി വന്നിട്ടുണ്ടോ എന്ന്. ആ ദൈവമക്കൾ ചാടി എഴുന്നേൽക്കുന്നു. അത് കാണുമ്പോൾ ദൈവം നടത്തുന്നത് സ്പഷ്ടമായി കാണുമ്പോൾ ഞാൻ കർത്താവിനെ സ്തുതിക്കാറുണ്ട്. എന്താണ് ഞാൻ പറഞ്ഞു വന്നത്? പരിശുദ്ധാത്മാവ് സകലസത്തിലും വഴി നടത്തിക്കൊള്ളും. അതുകൊണ്ട് മറ്റെങ്കിലേക്ക് ഓടിപ്പോകരുത്, ഇറങ്ങിപ്പോകരുത്. ഈ വാക്യം വായിച്ച് നമുക്ക് തീർക്കാം. പാപത്തോട് പാപം കൂട്ടുവാൻ തക്കവണ്ണം ദൈവത്തെ കൂടാതെ ആലോചന കഴിക്കുകയും ദൈവത്തിൻ്റെ ആത്മാവിനെ കൂടാതെ സഖ്യത ചെയ്യുകയും ഫറവോൻ്റെ സംരക്ഷണത്തിൽ തങ്ങളെ തന്നെ സംരക്ഷിക്കേണ്ടതിനും മിസ്രൈമിൻ്റെ നിഴലിൽ ശരണം പ്രാപിക്കേണ്ടതിനും ദൈവത്തിൻ്റെ അരുളപ്പാട് ചോദിക്കാതെ മിസ്രൈമിലേക്ക് പോവുകയും ചെയ്യുന്ന മത്സരമുള്ള മക്കൾക്ക് അയ്യോ കഷ്ടം. എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ അനുസരിക്കാത്തതെന്നറിയാമോ? മോനെ, എന്നിൻ്റെ ഹൃദയത്തിലൊരു മത്സരമുണ്ട്, ഒരഹങ്കാരമുണ്ട്, ഞാനെന്ന ഭാവമുണ്ട്, ഒരു സ്വയമുണ്ട്. അത് മാറണം. അപ്പോൾ ദൈവത്തോട് ആലോചന ചോദിക്കാൻ പറ്റും. അങ്ങനെയെങ്കിൽ ദൈവം നിങ്ങളെ നടത്തും. ഇന്ന് പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള ഈ ഒരു ചെറിയ ചിന്ത നിങ്ങളുടെ മുന്നിൽ ഞാൻ പറഞ്ഞു. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ ശ്രമിക്കട്ടെ. നമുക്ക് ഇനിയുള്ള കാലം പരിശുദ്ധാത്മാവിനെ അനുസരിക്കാം. ഈ ഭൂമിയിൽ തെറ്റുപറ്റാത്തത് പരിശുദ്ധാത്മാവ് മാത്രമാണ്. വേറെ ഏത് എക്സ്പീരിയൻസ്ഡ് ആളുടെയും വാക്ക് കേട്ട് പോയാൽ ചിലപ്പോൾ തെറ്റ് വരാം. പക്ഷെ പരിശുദ്ധാത്മാവ് കേടിയാൽ തെറ്റ് പറ്റുകയില്ല. ശരിക്കും കറക്റ്റ് നടത്തിക്കൊള്ളും. ഞാൻ 100 അനുഭവങ്ങൾ പറയാൻ എനിക്ക് തോന്നുന്നുണ്ടെങ്കിലും ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുകയാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിൽക്കാം. ആത്മാവിനെ കെടുക്കാതെ, പ്രവചനം തുച്ഛീകരിക്കാതെ, സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. അതിനിടയാകട്ടെ. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ രാജാതിരാജനായ കർത്താവേ, ഇന്ന് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചത് പരിശുദ്ധാത്മാവ് വാണിംഗ് തരുന്ന പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിച്ച് മുന്നോട്ട് പോകാവൂ എന്നുള്ള വാണിംഗ്, ദൈവത്തോട് ആലോചന ചോദിക്കുമെന്നുള്ളതായ നിർദ്ദേശം, അത് ഞങ്ങൾ സ്വീകരിച്ച് ഇതുവരെയും കർത്താവെ അങ്ങനെ പോയിട്ടില്ല എങ്കിൽ നാഥ ഞങ്ങൾ ഇന്നു മുതൽ പോകുമെന്നുള്ള സമർപ്പണത്തോടെ ദൈവമക്കളെ നിങ്ങൾ വരൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. കർത്താവെ, ഈ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിച്ചു പോകുന്ന ആ ജീവിതത്തിൻ്റെ സുഖവും സൗഭാഗ്യവും ആ ആനന്ദവും ഈ ദൈവമക്കൾക്ക് എല്ലാവർക്കും അവർ നൽകണം. എല്ലാവരെയും അനുഗ്രഹിക്കണം, കൃപയിൽ പൊതിയണം. ഈ ബൈബിൾ ക്ലാസ്സിനെ സംബന്ധിച്ച് എല്ലാവരെയും സ്വർഗീയ നന്മകളാൽ അനുഗ്രഹിക്കണം. ഭൗതികമായ അവരെ ആവശ്യങ്ങൾ കൂടെ ഇരിക്കണം. യേശുക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ തന്നെ
ആമേൻ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം.